ഗായ്സ്, എല്ലാവർക്കും വീണ്ടും കിങ് ഓഫ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമായിട്ടാണ് ഗൈസ്. നമുക്ക് വേറെ പണിയില്ല ഗൈസ്. ഒന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു ഗൈസ്. എന്തായാലും അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ മിനിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ അടിപൊളി വീഡിയോസിൻ്റെ. അപ്പോൾ ഗൈസ്, നമുക്ക് തുടങ്ങാം. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിക്കണം ഗൈസ്. നല്ല തണുപ്പാണ് ഗൈസ് ഈ സ്വിമ്മിംഗ് പൂളിൽ. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ ഒരു വൈബ് തന്നെയാണ് ഗൈസ്. ഉടുപ്പൊക്കെ മാറണം ഗൈസ്. ജസ്റ്റ് ഗൈസ്, കുളിച്ചിട്ടായി. ഇനി ഒന്ന് ഉടുപ്പ് മാറണം. ഈ തണുപ്പത്ത് കുളിക്കുന്നതൊരു ശീലം തന്നെ, രാവിലെ കുളിക്കുന്നത്. എന്തായാലും നമ്മളെ GTRന് ഏത് കളർ വേണമെന്ന് ഒന്ന് കമൻറ്റിൽ കൊടുക്കുക. അപ്പോൾ ഗൈസ്, അതേപോലെ നമ്മൾ KTM നമ്മളെ വേറെ ഫ്രണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവന് ഇന്നൊരു കല്യാണം ഉണ്ട്, അങ്ങനെ അവന് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് നിൽക്കുകയാണ് ഗൈസ് കുറച്ച്. നമ്മൾ കുറേ ദിവസമായില്ല ഗൈസ് നമ്മളെ ട്രവറിനെ വിളിച്ചിട്ട് ഒന്ന് വിളിച്ച് നോക്കണം ഗൈസ്. അവന് കുറേ ദിവസമായി കോൺടാക്ട് ചെയ്തിട്ട് ഇന്നൊരിക്കലും വിളിച്ച് നോക്കണം ഗൈസ്. ഓക്കെ, ഞാൻ അവൻ്റെ നമ്പർ അടിച്ച് നോക്കട്ടെ. ഓക്കെ, അവനോട് ഞാൻ പിന്നെ മിണ്ടിയിട്ടില്ല. അന്നൊരിക്കൽ ഞാൻ ജനുവരിയിലാണ് മിണ്ടിയത് ഗൈസ്. പിന്നെ മിണ്ടിയിട്ട അവൻ പിന്നെ എവിടെയോ പോയി, പിന്നെ കണ്ടില്ല. ഞാൻ വിളിച്ച് നോക്കട്ടെ. അവൻ്റെ നമ്പറേ ഓർമ്മയില്ല ഗൈസ്. എന്താ, വിളിച്ച് നോക്കാം. ഹലോ ട്രവറെ. ഞാൻ വെറുതെ വിളിച്ചതാ, പിന്നെ നിന്നെ കാണലേ ഇല്ലല്ലോ. ഞാൻ 10 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായി. അതെയോ? എടാ, നിനക്കറിഞ്ഞോ എന്ത്? നമ്മളെ മൈക്കിള് പുതിയ ലംബോർഗിനി V2 എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോ? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഞാനൊക്കെ പോയി കണ്ട്. നീ പോയിട്ട് കാണ്, നല്ല വണ്ടിയാ. ആയിടാ, ഞാൻ കട്ടാക്കുന്നത്. ഞാൻ ആ വണ്ടി കണ്ടിട്ട് പോലില്ല. അവൻ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ട് വരാം. ഓക്കെ, പിന്നെ വിളിക്കാം. നിങ്ങൾക്ക് കേട്ടല്ലോ, നമ്മൾ മൈക്കിള് പുതിയ വണ്ടി എടുത്തല്ലോ, ലംബോർഗിനി V2. എന്നോട് അവനൊരു വാക്ക് പോലും പറഞ്ഞില്ല. ഞാൻ ഇപ്പോൾ പോയിട്ട് തന്നെ കാണുന്നു. അവന് പിന്നെ വലിയ പണക്കാരനല്ല വണ്ടി എടുക്കാൻ. നമ്മളെ ഫോർച്യൂണർ എടുത്ത് വേഗം പോകണം ഗൈസ്. എൻ്റെ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടോ, അത് ഭാഗ്യം. ഞാനല്ലെങ്കിൽ ഈ വണ്ടിയിൽ പെട്രോൾ പോലും ഇരിക്കാനില്ല. വേഗം പോകണം ഗൈസ്. അവനോട് റൈഡിന് ചോദിക്കണം. എൻ്റെ അവൻ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല ഗൈസ്. എങ്ങനെ പറയാനാ, അവനോട് ഞാൻ കുറേ ദിവസമായില്ല വേണ്ടിയിട്ട് ഗൈസ്. എന്നാൽ അവനെൻ്റെ പഴയ വീടില്ല ഗൈസ്, ആ വീടാണ് അവനെ ഇപ്പോൾ വാങ്ങിച്ചത്. എന്നോട് വാങ്ങിച്ചതാണ്. എന്തായാലും പോകണം ഗൈസ്. ലംബോർഗിനി V2 ആണ് പറയുന്നത്, നല്ല മോഡിഫൈഡ് V2 ആണ് പറയുന്നത്. നമുക്ക് ഒന്ന് പോകണം ഗൈസ്. എന്തായാലും ഇടാടാ, വണ്ടി നേരെ ഓടിക്കടാ. വണ്ടി ഓടിക്കാൻ അറിയില്ലടാ. നമ്മൾ ഡ്രിഫ്റ്റൊക്കെ ആക്കിയിട്ടേ പോകും ഗൈസ്. നമ്മളെ മൈക്കിളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതാരെ ഗൈസ്, പോലീസിന് വണ്ടിയല്ലേ ഇത്? പോലീസാണല്ലോ, പെട്ടോ. നമ്മളെ കെടുത്തിയിടും. നമ്മളെ മൈക്കിളുടെ ഫ്രണ്ടല്ലേ. ഓക്കെ, നമുക്ക് പോവാം ഗൈസ്. ഇതാ മൈക്കിളേ. മൈക്കിളോയ്, ഇങ്ങോട്ടാ. മൈക്കിളിന്റെ വീട്ടിലേക്ക്. ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല. മൈക്കിളിനെ വിളിച്ചിട്ട് പാസ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റും. അവനെന്റെ ഫ്രണ്ടാണ് സാർ, ഞാൻ കയറാൻ പോണ. മര്യാദക്ക് വണ്ടിയിൽ പോയിട്ട് കയറിയിട്ട് പോകുന്നതിന്റെ പുരയിലൂടാ, അല്ലെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ ജയിലിടും. നമുക്ക് മൈക്കിൾക്ക് വിളിച്ച് ചോദിക്കാം, കാരണം ഇയാളെനിക്ക് പാസ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് മൈക്കിൾക്ക് തന്നെ വിളിച്ച് ചോദിക്കാം ഗൈസ്. സാറേ, ഒരു മിനിറ്റേക്ക്. പോട്ടെ പെരയിലൂടാ. ഞാൻ മൈക്കിളിനെ വിളിച്ച് ചോദിക്കട്ടെ, അവൻ എനിക്ക് പാസ് തരും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ഏതൊരു പണിക്കാരനാണ്? ഞാൻ മൈക്കിൾക്ക് വിളിച്ച് ചോദിക്കട്ടെ. ഞാൻ മൈക്കിളുടെ ഫ്രണ്ടാണ്. മൈക്കിൾക്ക് വിളിച്ച് ചോദിക്കണം വേണം. ഇപ്പോൾ ഞാൻ മൈക്കിളിൻ്റെ നമ്പർ ഇപ്പോൾ എൻ്റെ വണ്ടിയിലൊരു ബുക്ക് ഉണ്ട്, അതിലുണ്ടാവും. ഞാൻ നോക്കിയിട്ട് വരട്ടെ. എൻ്റെ ഫോണിലില്ല ഗൈസ്. ഞാനിപ്പോൾ മൈക്കിളിൻ്റെ നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വിളിക്കണം ഗൈസ്. അവൻ്റെ നമ്പർ എത്രയായിരുന്നു?
അവനൊക്കെ കുറേ ദിവസമായില്ലേ വിളിച്ചിട്ട്. എന്നാൽ ട്രെവർ എങ്ങനെ കയറിയിട്ടുണ്ടാവും? ഓക്കെ, വിളിച്ചു നോക്കാം. ഹലോടാ മൈക്കിളെ. ആരും ഇത് ഫ്രാങ്ക്ലിൻ അല്ലടാ? ആ, നീ പുതിയ വണ്ടി എടുത്തെന്ന് കേട്ട്. ഇവിടെ ഒരു പോലീസുകാരനുണ്ട്, എന്നെ കയറ്റുന്നില്ല. നീ ഒന്ന് പാസ് തരാമോ? എന്തിനാ പൊരയോടാ? എൻ്റെ കൊണ്ട് നിനക്ക് കാണിക്കാൻ പറ്റില്ല. മൈക്കിളെ, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സിലടാ. നമ്മൾ കുറേ റോബിങ്ങിന് കൂടിയിട്ടില്ല ഒരുമിച്ച്. എടാ എനിക്ക് കാണിച്ചാടാ, ഞാൻ വീട്ടിൻ്റെ പുറത്തുണ്ടടാ. പോടാ, നീയൊന്നും കള്ളന്മാരാ. നീയൊന്നും വണ്ടി തൊടാനേ പാടില്ല എൻ്റെ. ഡാ മൈക്കിളെ, നീ ഇങ്ങനെ ചതിച്ചെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വെച്ചിട്ട് പോടാ. ഈനെ വന്നായില്ലേ ഇങ്ങോട്ട്, ഞാൻ ആ പോലീസുകാരനോണ്ട് നിന്നെ അടുപ്പിച്ച് കൊല്ലും. വെക്കടാ ഫോണ്. മൈക്കിളെ, ഒരു ദിവസം ഞാൻ എടുക്കട ഇങ്ങനത്തെ വണ്ടി. നീ എന്നോട് കാലിൽ കൊണ്ട് ചോദിക്കും ഒരു റൈഡ് വരടാ. ഞാൻ വെക്കാണ് ഫോൺ. ഗൈസ്, നമ്മളെ മൈക്കിള് എന്നെ കയറ്റുന്നുണ്ട് ഗൈസ്. ഞാൻ കള്ളനാന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും ഞാൻ വെല്ലുവിളിച്ചും ചെയ്ത് അങ്ങനത്തെ വണ്ടി കൊണ്ടുവരുന്നു. ഇപ്പം എന്ത് ചെയ്യാനാ, എനിക്ക് ഭ്രാന്താണ്. മൈക്കിളുടെ ഫോട്ടോ നമ്മൾ ട്രെവർ ഇട്ടിട്ടുണ്ടല്ലോ നമ്മളെ വണ്ടീൻ്റെ. മെസ്സേജ് ഒന്ന് ഗൈസ്. എന്തോ ഗൈസ്, വണ്ടി സീനാ ഗൈസ്. ലംബോർഗിനി വീട്ടിൽ നോക്കട്ടെ ഒന്നും കൂടി. എന്നാൽ നമ്മൾ സീന് വണ്ടി തന്നെ. ഒരു ബ്ലാക്ക് കളറും സൈഡിലൊരു പച്ച കളറാണ് ഗൈസ്. മൈക്കിള് എന്നെ എന്താ കയറ്റാത്ത? എന്താ ഈ മൈക്കിളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഗൈസ്. അവൻ ഞാൻ കുറേ റോബറിക്ക് നിന്നാണ് ഗൈസ്. ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാനിപ്പോൾ വെല്ലുവിളിച്ചും ചെയ്തു. ഇനി ഇതിനായിട്ട് വല്ല പ്രൈസിൻ്റെ വണ്ടി എവിടെ നിന്ന് കണ്ടുപിടിക്കാവോ? ഗൈസ്, നമ്മുടെ സെമിയോണ് വിളിക്കുന്നുണ്ട്. നമുക്ക് എടുത്തു നോക്കാം ഗൈസ്. ഹലോ സെമിയോണേ. ഞാൻ വെറുതെ വിളിച്ചതാ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? എന്നിട്ടാ നിനക്കൊരു വിഷമം പോലെ? ഒന്നുമില്ലടാ. മര്യാദക്ക് പറയടാ. വേറെ ഒന്നുമില്ലടാ. നമ്മളെ മൈക്കിള് പുതിയ ലംബോർഗിനി വീഡിയോ എടുത്തത് ഞാൻ ട്രെവർ വിളിച്ചിട്ടുണ്ട്. അവന് പോയിട്ട് ശേഷം ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു അവന് പോയെന്ന്. ഞാൻ എന്നിട്ട് വണ്ടി എടുത്ത് വന്നിട്ടാകുമ്പോൾ ഒരു പോലീസുകാരന് പാസ് ചെയ്തു. ഞാൻ എന്നിട്ട് മൈക്കിളിനെ ചേർന്നിട്ടാകുമ്പോൾ അവനെന്നെ 2-3 തെറിയും വിളിച്ചിട്ട് പറഞ്ഞ് നീ ഒരു കള്ളനെ, ഞാൻ നിന്നൊന്ന് കേട്ടില്ല പറഞ്ഞതടാ. അതെയോ? ആ സമയത്തേക്ക് ഞാൻ അവന് വെല്ലുവിളിച്ചും ചെയ്ത്. ഞാൻ ഇങ്ങനത്തെ പുതിയ വണ്ടി കൊണ്ട് ഇതിനായിട്ട് പ്രൈസ് ഉള്ളത്. എൻ്റെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ. നമ്മളെ അയൺമാൻ്റെ മാൻഷൻ്റെ മുകളിലില്ലേ നമ്മളെ സൂപ്പർമാൻ്റെ കാറുണ്ട്. അത് നീ മോഷ്ടിച്ചിട്ട് വാ. അത് പക്ഷെ നമ്മളെ മാൻഷനിലാണ് ഇപ്പോൾ വന്നത്. അയൺമാൻ്റെ കുറച്ച് ദൂരെയാണ്. ഞാൻ എന്തെങ്കിലും ലൊക്കേഷൻ ഇടാം. ഇന്ന് പോയിട്ട് നോക്ക്. വണ്ടി നിനക്ക് ഇഷ്ടപ്പെട്ടു, ഉറപ്പിഷ്ടപ്പെടും. പക്ഷെ കുറച്ച് സീനുണ്ട്, പോകുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് പോകേണ്ടത്. സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. എന്തായാലും അവിടെ സ്റ്റെപ്പ് കയറണമെങ്കിൽ മൊത്തം ലോക്കായിരിക്കും. എന്തെങ്കിലും ശ്രദ്ധിക്കണം. വണ്ടി അവിടെ ബിൽഡിങ്ങിൻ്റെ മീത്തായിരിക്കും കേട്ടോ. ഓക്കേടാ. പക്ഷേ എനിക്കറിഞ്ഞില്ല ഈ വണ്ടി വന്നത്. എന്തായാലും പോയിട്ട് എടുക്കണം. സൂപ്പർമാൻ്റെ വണ്ടിയാണ്. കഴിച്ച് നമ്മുടെ സെമിയോൺ എന്താ മെസ്സേജ് ഇട്ടല്ലോ, നോക്കട്ടെ. നമ്മളെ സൂപ്പർമാൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നത്. ബ്ലൂ കളർ കാറാണ് ഗൈസ്. ഇത് ഫ്യൂച്ചറിസ്റ്റിക് വണ്ടിയാണെന്ന് തോന്നുന്നത്. ഇത് ലംബോർഗിനി ടെർസാന്ന് തോന്നുന്നത് ഗൈസ്. ഇതിൽ വേഗം പോകണം ഗൈസ്. നമുക്ക് മോഷ്ടിക്കണേ, രാത്രിയായിരിക്കും മോഷ്ടിക്കണേ. പോലീസുകാർ നമ്മൾ നോക്കുന്നതന്നെ ഉണ്ട് ഗൈസ്. പെട്ടെന്ന് പോകണം. എന്നിട്ട് വേണം എനിക്ക് മൈക്കിളിനോട് ഒരു റിവെഞ്ച് എടുക്കാൻ. ജസ്റ്റ് ഒരു ഷോ കാണിച്ചിട്ട് എന്തായാലും നമുക്ക് ഒരു വഴി തുറന്നു വന്നു. കറക്റ്റ് സമയത്താണ് സെമിയാണ് നമ്മളെ വിളിച്ചത്. ഓ മൈ ഗോഡ്, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നല്ലൊരു വണ്ടി കിട്ടും. ഇത് ലംബോർഗിനി V2 നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടിയാണ് ഗൈസ് നമ്മളെ കയ്യിൽ കിട്ടിയത്. എന്തായാലും ഇതിനൊരു 200 കോടി രൂപയ്ക്കാണ് വരുന്നത് സെമിയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് പോകണം ഗൈസ്. 200 കോടിൻ്റെ വണ്ടിയെന്ന് പറഞ്ഞാലില്ലേ, ഞെട്ടിപ്പോകുന്ന വണ്ടിയാണ്. അത് ഫ്യൂച്ചറിസ്റ്റിക് വണ്ടിയാണ് ഗൈസ് നമ്മുടെ സൂപ്പർമാനിലുള്ളത്. അതും അയൺമാൻ്റെ മാൻഷനിലാണ് ഗൈസ് ഉള്ളത്. എന്തായാലും നല്ല സെക്യൂരിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് രാത്രി ആയിട്ട് കാണാം. രാത്രിയായിട്ട് നമ്മൾ അയൺമാൻ്റെ മാൻഷൻ്റെ അരികിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ അയൺമാൻ്റെ മാൻഷൻ. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് നിർത്തണം ഗൈസ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് നിർത്തണം ഗൈസ്. ഇനി മീത്താന്ന് തോന്നുന്നത് എനിക്ക് വണ്ടിയുള്ള ഇതുള്ള തോന്നുന്നത് ഗൈസ്. ഇതിന് മുകളിൽ എങ്ങനെ കയറുന്ന? ഡോറിൽ കയറാൻ പറ്റില്ല. ഒരു ജെറ്റ് പാക്ക് ആവശ്യമുണ്ടോ ഗൈസ്? എന്തായാലും എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കയ്യിൽ അവൻ ജെറ്റ് പാക്കിൻ്റെ കച്ചവടമാണ് ഗൈസ്.
പണമൊന്നും ഞാൻ വാങ്ങുന്നില്ല. നമുക്ക് ഫ്രീ തരും ഗൈസ്. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ. അവൻ്റെ കട അങ്ങോട്ടാന്ന് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകുന്നു ഗൈസ്. വേണ്ട. എൻ്റെ ഫ്രണ്ടിൻ്റെ കട എവിടെ അറിയില്ല. എന്നെ നോക്കിയാണ് ഗൈസ്. എനിക്ക് ജെറ്റ് പാക്ക് തരുമായിരിക്കും. ഞാനിപ്പോൾ പോവാണ് ഗൈസ്. നമ്മളെ ഓക്കെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ജെറ്റ് പാക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടെ ഞാൻ ഇപ്പോൾ ആരും ഇല്ല. ഇവിടെ നോക്കുകയാണ്, ആരും ഇല്ല ഗൈസ്. നമ്മൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് വേണം നോക്കാൻ. അവിടെ മൊത്തം ലേറ്റാണ് ഗൈസ്. റോട്ടിൽ ഒരു വണ്ടി പോലും പോകാൻ പാടില്ല. അത് സാരില്ല ഗൈസ്. എന്തായാലും നമുക്ക് ലംബോർഗിനി കിട്ടണം ഗൈസ്. അത് മുകളിലാണ് ഉള്ളത് അറിയുന്നത്. സിമിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സെക്യൂരിറ്റി ഉണ്ടാവുമെന്ന്, സിസ്റ്റം ഉണ്ടാവുന്നു. അപ്പം ഞാൻ ഒരു ഗൺ എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളെടുത്തത്. നമ്മളെ RPG ആയിരുന്നു നമ്മളെടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് ഗൺസും എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കണം ഗൈസ്. ബൂസ്റ്റ് ഓൺ ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റാർട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് പണിയുണ്ട് ഗൈസ് നമ്മൾ സ്റ്റാർട്ടൊക്കെ ആക്കാൻ. ഗൈസ് നമുക്ക് പറന്ന് നോക്കാം. മുകളിലാണ് തോന്നുന്നത് ഗൈസ്. ഞാൻ നോക്കാം. ഓ മൈ ഗോഡ്, എനിക്കിത് കൺട്രോളാക്കിയിട്ട് കിട്ടുന്നില്ല ഗൈസ്. ഗൈസ് അതെന്താ സാധനം? സ്നേക്കല്ലേ ഗൈസ്? അത് സ്നേക്ക് മോൺസ്റ്ററാന്ന്. നമ്മളെ സൂപ്പർമാനോട് നിർത്തിയിട്ട് പോയെന്ന് തോന്നുന്നു. അയൺമാനെല്ലാം നല്ല ഉറങ്ങാണ് ഗൈസ്. സൂപ്പർമാൻ ഉറങ്ങിയാന്ന് തോന്നുന്നത്. എന്തായാലും ഒച്ചപ്പാടാക്കല്ലേ ഈ സ്നേക്ക്. പക്ഷെ നമ്മളെ വണ്ടി കൊണ്ട് ഏത് സീൻ അറിയാം. നല്ല ബ്ലൂ കളർ വണ്ടിയാണ്. ഈ സ്നേക്കിനെ നമുക്ക് തട്ടണം ഗൈസ്. എന്തായാലും ഇതിന് കയ്യിലൊരു വാളുണ്ട് ഗൈസ്. സ്നേക്ക് മോൺസ്റ്ററാന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് തട്ടണം ഗൈസ് ഇതിന്. ഓ മൈ ഗോഡ്, അതൊക്കെ ഒരു ഇടി കൊടുത്തേക്കാം നമുക്ക്. ഓ ഗൈസ്, സീനായി. പെട്ടെന്ന് നമുക്ക് RPG എടുത്ത് വെടി വെക്കണം ഗൈസ്. ഓ അത് എന്തോന്നില്ല ഗൈസ്. ഓ ഗൈസ്, ഫൈനൽ അതിന് നമ്മൾ കില്ലായിട്ടുണ്ട്. വണ്ടി എടുക്കാം ഗൈസ്. എനിക്കിനി വണ്ടി എടുത്തിട്ട് താഴേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു ഡാമേജ് പറ്റുമെന്ന് തോന്നുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിനോടൊന്ന് ഞാനിപ്പോൾ വണ്ടി താഴേക്ക് ഇറക്കാണ്. അതായത് നമ്മളെ സൂപ്പർമാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് പോകണം. വണ്ടി സീനാണെങ്കിൽ ഏതറിയോ, സ്പീഡുള്ള ലംബോർഗിനിയുടെ തന്നെ കിങ് ആയിട്ടുള്ള വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഇത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിൽ പോകണം ഗൈസ്. എന്തായാലും പോകണം. കാരണം എന്താ പറയുക, ഇപ്പോൾ അവനെ ഉറങ്ങിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പോലീസുകാരൻ അവിടെ തന്നെ ഉണ്ടാവും ഗൈസ്. എന്തായാലും പോകണം ഗൈസ്. അവനോട് ഇത് റിവെഞ്ച് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. സെമിയോണ്ടാണ് ഗൈസ് നമുക്ക് വണ്ടി കിട്ടിയത്. അവൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ വീട്ടിലൊക്കെ എത്താറായിട്ടുണ്ട്. അവിടെ പോലീസുകാരന് ഇപ്പോൾ ഉണ്ട് ഗൈസ്. കുറച്ച് വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ടുള്ളത്. പോലീസുകാരന് എന്താണെന്ന് അറിയില്ല. സാറേ അകത്ത് കയറിക്കോട്ടെ? സാറേ ഉപ്പാട്ടെന്നെ പിരിച്ചുവിട്ടില്ല, അയാളാ ഞാൻ. ഇയാൾക്ക് ഇത്ര വലിയ വണ്ടി കിട്ടി? ഡാ മൈക്കിളെ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഫ്രാങ്ക്ലിനെ എന്താണ് ഇങ്ങോട്ട് പോകുന്നത്? ഫ്രാങ്ക്ലിനെ, ഇത് ആരുടെ വണ്ടിയാണോടാ? എനിക്കൊരു റൈഡറാണോടാ. റൈഡ് വേണ്ട, നീ എനിക്കൊരു ജസ്റ്റ് തൊടാൻ വരെ തന്നിരുന്നു, കണ്ടോട്ടെ ഞാൻ. പോടാ, എനിക്കൊന്നും വണ്ടി തരില്ല. ഞാൻ ആ സമയത്ത് ഒരു വണ്ടി ഒന്ന് തൊടാൻ വേണ്ടി ചോദിച്ചതാ, നീ അന്ന് തന്നില്ലല്ലോ. ഇത് വില 200 കോടി രൂപയുടെ വണ്ടിയാ. നിനക്കൊന്നും തൊടാനേ പാടില്ല കേട്ടാ. അതിങ്ങനെ ഇളക്കാൻ വരില്ല കേട്ടാ. അവൻ്റെ ഒരു ലംബോർഗിനി വീറ്റു. ആ സമയത്ത് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞോടാ, നീ വേണമെങ്കിൽ വണ്ടി എടുത്തോ വിറ്റോ എന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്നും തൊടാ പോലടാ പ്ലീസടാ. ഞാൻ ജസ്റ്റ് കണ്ടോട്ടെ. ഞാനൊന്നും പറയില്ലടാ, പ്ലീസടാ പോലടാ. ഒന്ന് പോടാ മൈക്കട, ഇനി അവനെ കാണട്ടെ കയ്യിൽ. ഈ പോലീസുകാരൻ എന്താ എന്നെ നോക്കുന്നത്? ഒന്നുമില്ല സാറ് പോയിക്കോ. എന്നെ ഉപ്പാട്ടെന്നൊക്കെ വിളിച്ചത്, ഇപ്പൊ സാറ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകണേ. അപ്പോൾ ഗൈസ്, ഇതൊരു സ്റ്റോറി മൂഡായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിനിമം സപ്പോർട്ട് ചെയ്യും, ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വരും. എല്ലാവരും മിനിമം സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ 15 സബ്സ്ക്രൈബേഴ്സാണ്. ഇനി സപ്പോർട്ട് ചെയ്യും. ഞാൻ നല്ല നല്ല കണ്ടൻറ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും.
യെസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ലവ് ആൻഡ് ബൈ. ടേക്ക് കെയർ.